എടാ ആദ്യം ഒന്ന് നിക്കടാ, അമ്മുക്കുട്ടിക്ക് ഉറക്കം വന്നില്ലേ? അച്ഛമ്മ കൊണ്ടുപോയിട്ട് കിടത്തി ഉറക്കിയിട്ട് വന്ന് നിന്നെ എടുക്കാം. എന്റെ അമ്മോ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. അമ്മേ, നിങ്ങൾ അമ്മനെ കൊണ്ടുപോയി കിടത്തി. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? ഞാൻ അമ്മുക്കുട്ടിനെ എടുത്താ അപ്പ അവന് കരച്ചിൽ വരും. എടാ ആദി, ഇപ്പൊ നീ തല്ല് കൊള്ളുണ്ടോ? എപ്പോഴെങ്കിലും അമ്മുക്കുട്ടി നിന്നെ എടുക്കുമ്പോ കരഞ്ഞിട്ടുണ്ടോ? നീ മാത്രം എന്താണ്ടോ എപ്പം നോക്കിയാലേ കുട്ടിനെ എടുക്കുമ്പോ കരഞ്ഞോണ്ടേ ഇരിക്കുന്നത്. അത് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ജലി. ഇവൻ അങ്ങനെയേ ശിവനെ പോലെയാണ്. അവൻ ഇതുപോലെ തന്നെ. അവന്റെ ചേച്ചി ഉണ്ടാവും, അവളെ ഞങ്ങൾ എടുക്കുക, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവൻ അപ്പ കരച്ചിൽ വരും. അതുപോലെ തന്നെ ഇപ്പൊ ഇവനും ചെയ്യുന്നത്. എടാ ആദി കുട്ടാ, എടുക്കാൻ നിക്കടാ. കയ്യിൽ അമ്മുക്കുട്ടി ഉള്ളതല്ലേ, രണ്ടുപേരും അച്ഛമ്മയ്ക്ക് എടുക്കാൻ കഴിയോ? ആദ്യം അവളെ പോയി ഉറക്കിയിട്ട് എന്നിട്ട് വന്ന് നിന്റെ കൂടെ കളിക്കാം കേട്ടാ. അമ്മേ, അവൻ ഇപ്പൊ കരയാൻ തുടങ്ങും. നിങ്ങൾ അമ്മുവിന് തരി, ഞാൻ കൊണ്ടുപോയി ഉറക്കാം. നിങ്ങൾ അവന്റെ കൂടെ ഇരിക്കി. ആ ശരി മോളെ, എന്നാ ഞാൻ അവനെ നോക്കിക്കോളാം. നീ എന്നാ കുട്ടീനെ പിടിക്കി കൊണ്ടുപോയി അവളെ ഉറക്കം. അവൾക്ക് നല്ല ഉറക്കം വന്നു. ആ ശരി അമ്മേ. ശരി ശരി, പോട്ടെ പോട്ടെ, വാ അച്ഛൻ എടുക്കാം, വാ. ഷമീർ, ഇത് ഐഷുവിന്റെ പാസ്പോർട്ട്. താങ്ക്സ് അരവിന്ദ്, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഐഷുവിന്റെ പാസ്പോർട്ട് കൊണ്ടുവന്നതിന്. അതൊന്നും കുഴപ്പമില്ല ഷമീർ. പിന്നെ ഐഷുവിന്റെ കാര്യത്തിൽ അവളുടെ അച്ഛനമ്മ എത്രയും പെട്ടെന്ന് അവളെ ദുബായ് കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പാസ്പോർട്ട് എടുത്തത് പോലും ഒരു മാസത്തേക്ക് മാത്രം തന്നെ നമുക്ക് അവർ പോകാതെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവർ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ട് അവളെ ദുബായ് കൊണ്ടുപോകാൻ തന്നെ നോക്കുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അരവിന്ദ്. എന്തായാലും ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഐഷുവിനെ കണ്ട് സംസാരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ നോക്കണം. നീ ഒന്നും വിഷമിക്കണ്ട ഷമീർ. നിങ്ങളുടെ ലവ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഇത്രത്തോളം നിന്നെ സ്നേഹിച്ചിട്ട് ഒരിക്കലും ഐഷുവിന് നിന്നെ മറക്കാൻ കഴിയില്ല. പിന്നെ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ മരിച്ചുപോയെന്നും വിചാരിച്ച ഐഷുവിന്റെ അച്ഛനും അമ്മയും വീണ്ടും തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അവർ തിരിച്ചു വരാനും അതേപോലെ ഐഷുവിന് ആക്സിഡന്റ് ആയി പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകാനും എല്ലാം ഒരുമിച്ചായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കൺഫ്യൂഷൻ. എന്താ ചെയ്യുന്ന അരവിന്ദ്, എല്ലാം എൻ്റെ സമയം. പിന്നെ ആക്സിഡന്റ് ആയതിൽ ഐഷുവിന് ഞങ്ങൾ സ്നേഹിച്ചത്, കല്യാണം കഴിച്ചത്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അവളുടെ അച്ഛനമ്മ തിരിച്ചു വരാതെ ഇരുന്നാൽ പോലും നമുക്ക് അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ അവർക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ ഐഷുവിനെ കണ്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പോലും അവൾ വിശ്വസിക്കില്ല. അവളുടെ അച്ഛനമ്മ പറയുന്നതല്ലേ അവൾ കേൾക്കുള്ളൂ. അതെ, ഞാനൊരു മുസ്ലിം ആയ കൊണ്ടാണ് അവളുടെ അച്ഛനമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ഞാൻ ഐഷുവിനെ കൊണ്ട് പോയി നമ്മൾ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ അവൾക്ക് എന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരണം. അതിന് തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞില്ല അരവിന്ദ്. നീ ഒന്നും വിഷമിക്കേണ്ട ഷമീർ. ഐഷുവിന് അത്ര പെട്ടെന്നൊന്നും നിന്നെ മറക്കാൻ കഴിയില്ല. എന്തായാലും നിന്നെ കാണുമ്പോൾ, നിന്നെ കൊണ്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. പക്ഷേ അവളെ കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ഷമീർ, എനിക്ക് അറിഞ്ഞ ഒരാൾ അവളുടെ ഫ്രണ്ടാണ്. ഞാൻ അയാളെ കൊണ്ട് പറഞ്ഞ് ഐഷുവിനെ പുറത്ത് കൊണ്ടുവരാൻ നോക്കാം. നീയും അങ്ങോട്ട് വാ. എന്നിട്ട് നീ നേരിട്ട് ഐഷുവിനെ കണ്ട് സംസാരിച്ചാൽ എന്തായാലും അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെയോ, ശരി അരവിന്ദ്. എങ്ങനെയെങ്കിലും ഐശ്വര്യ ഒന്ന് കാണാൻ ഒരു സാഹചര്യം കിട്ടിയാ അവൾക്ക് പഴയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാൻ നോക്കും. ശരി ഷമീർ, ഒന്നും വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും നിങ്ങൾ രണ്ടുപേരുള്ള മീറ്റിംഗ് ഞാൻ റെഡിയാക്കി തരാം. താങ്ക്സ് അരവിന്ദ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ മിന്നാരം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് തരണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം.
ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.